ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിമാസ് റെസിപ്പി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ കേരള ഐറ്റമാണ്, ഉണ്ണിയപ്പം. ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പച്ചരി 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് പാളയംകോടൻ പഴം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വറക്കുന്നതിന് വേണ്ടി തവ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് ചെറുതീയിൽ വഴറ്റുക. നെയ്യ് ഇഷ്ടമില്ലാത്തവരാണ് എങ്കിൽ നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. ഇത് 250 ഗ്രാം ശർക്കര നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. ചെറു ചൂടോടെ വേണം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് അരച്ചു വെച്ച പാളയംകോടൻ പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്ററിന് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഈ ബാറ്റർ കട്ടിയാണെങ്കിൽ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് എള്ള് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഈ മിക്സിലേക്ക് ചേർക്കാവുന്നതാണ്.
തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്ക പൊടിക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചാൽ പെട്ടെന്ന് ഏലക്ക നന്നായി പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ 1.5 മുതൽ 2 മണിക്കൂർ വരെ മൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പ പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് തിരിച്ചും മുറിച്ചുമിട്ട് നന്നായി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.